ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ഞങ്ങളുടെ വീട്ടിലെ ബയോഗ്യാസ് സ്റ്റൗ ഒന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ. അപ്പോൾ ഈ സ്റ്റൗ ബയോഗ്യാസിൻ്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾ വെച്ചിട്ട് ഒരു വർഷം ആവണുള്ളൂ. ബയോഗ്യാസിൻ്റെ വെച്ചിട്ട് ഇത് ഗവൺമെൻറ് സബ്സിഡി റേറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ്. 2500 രൂപയായിരുന്നു ഫുൾ ഫിക്സിങ് അടക്കം എല്ലാത്തിൻ്റെയും അതിൻ്റെ വില. ശരിക്കും ഇതിലും വിലയുണ്ട്, പക്ഷേ ഇതിങ്ങനെ സബ്സിഡി റേറ്റിൽ കിട്ടിയോണ്ടാണ് ഈ റേറ്റിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിപ്പോൾ കാണാത്ത വൃത്തിയൊന്നുമില്ല കേട്ടോ, സോറി. ഇതിൽ നമുക്ക് അതിൻ്റെ പ്രോസസ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് ബയോഗ്യാസിൻ്റെ ഈ പ്ലാന്റിനെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചാണകം ഒരു 15 ഒരു 15-20 കൊട്ടയോളം നമ്മുടെ ബയോഗ്യാസിൻ്റെ ടാങ്കിൻ്റെ ഇതനുസരിച്ചാണ് കേട്ടോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അത് അവർ മേടിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് അത്രയും തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കലക്കിയിട്ട് നമ്മൾ ഈ ടാങ്കിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ടാങ്കിൻ്റെ മൂടി വെച്ച് അടച്ചു വെക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ടാങ്ക് എങ്ങനെയാണ്. അത് നമുക്ക് ഈ പിക്ചർ കാണിച്ചു തന്നതനുസരിച്ചാണ് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ സംഭവം ചാണകം വെള്ളവും കൂടി മിക്സാക്കിയ മിശ്രിതമാണ്. അതിനുശേഷം ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതിൽ നമ്മൾ ഈ ഒരു ചെറിയ ബക്കറ്റിൽ നിറച്ച് ഫുഡ് വേസ്റ്റ് ആണുള്ളത്. പുളിയുള്ള സാധനങ്ങൾ ഇടരുത്, ബാക്കി എന്തും നമുക്കിതിലിടാം, ഒരു കുഴപ്പമില്ല. പുളി ഇടാൻ പാടില്ല, നാരങ്ങ അതുപോലെ കൊടപ്പുളി അതൊന്നും ഇടാൻ പാടില്ല. അതിനുശേഷം അത്രയും തന്നെ വെള്ളം ഒഴിക്കുക. അതായത് ആ ചെറിയ ബക്കറ്റിൽ അത്രയും തന്നെ വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. പിറ്റത്തെ ദിവസം ആകുമ്പോൾ ഇപ്പോൾ ഞാൻ അന്ന് 5:30ക്കാണ് ഇട്ടത് തലേദിവസം. പിറ്റത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് അതേ ടൈമിൽ തന്നെ വരാണെങ്കിൽ ഫുൾ ഗ്യാസ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, അതിൻ്റെ മൂടിക പൊന്തി ഇത്രയും ഹൈറ്റിലേക്ക് വരും. അപ്പോൾ അത് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കല്ലുകൾ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ മൂടിക, ബ്ലാക്ക് കളറിൻ്റെ മൂടിക താഴത്തേക്ക് വീണ് പോവും. അതുകൊണ്ടാണ് അതുമ്മ കല്ലുകൾ കയറ്റി വെച്ചേക്കണേ ഗ്യാസിൻ്റെ പ്രഷർ കൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ റെഡ് കളറിൽ കണ്ടോ ആ ലിവർ അത് തുറക്കണം. തുറന്ന് കഴിയുമ്പോഴാണ് അവിടെ കിച്ചണിൽ ഗ്യാസ് വരിക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പുറത്താണ് ഞങ്ങളുടെ വെച്ചേക്കണം. അപ്പോൾ അവിടെ പുറത്തുനിന്ന് തൊട്ട് അകത്തേക്ക് പൈപ്പ് ലൈൻ വെച്ചിരിക്കുകയാണ് ഗ്യാസ് വരാൻ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലുണ്ടാവുമെന്ന് ചോദിച്ചാൽ കുറച്ച് സ്മെല്ലുണ്ടായിരിക്കും ഞങ്ങളുടെ. പക്ഷേ കിച്ചണിൻ്റെ അവിടെ നിന്ന് കുറേ നീങ്ങിയിട്ടാണ് ഞങ്ങളുടെ ടാങ്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും സ്മെല്ലില്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ പോലെ ഇരിക്കും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് കൊതുകിൻ്റെയോ സ്മെല്ലോ അതൊന്നും ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഇതുപോലുള്ള ലൈറ്റർ വെച്ചിട്ടാണ് നമ്മൾ തീ കത്തിക്കേണ്ടത്. അതായത് മറ്റേ സാധാരണ സ്റ്റൗവിൽ കത്തിക്കേണ്ട ലൈറ്ററല്ല, തീ കൊണ്ട് തന്നെ ഒന്നെങ്കിൽ തീപ്പെട്ടി അല്ലെങ്കിൽ തീ കത്തുന്ന മോഡലുള്ള ലൈറ്റർ വെച്ചിട്ടാണ് കത്തിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് കത്തിക്കാം. ഞങ്ങൾ അത്യാവശ്യം ചോറൊക്കെ തിളപ്പിക്കാൻ, കുളിക്കാനുള്ള വെള്ളം വേണമെങ്കിൽ ചൂടാക്കാം, അല്ലെങ്കിൽ കറികളും വെക്കാം, കുഴപ്പമില്ല. ഫ്ലെയിം അത്രയധികം ഇല്ല കേട്ടോ മറ്റേ സ്റ്റവിൻ്റെ അത്ര. ഓക്കെ, ഈ ബക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കിൻ്റെ പിൻഭാഗത്തൊരു പൈപ്പ് ഉണ്ട്. അതിൽ കൂടെ ഈ വേസ്റ്റിൻ്റെ ഒക്കെ വെള്ളം വരും. അപ്പോൾ ആ വെള്ളം നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം ആ വെള്ളം. അപ്പോൾ ഇതെങ്ങനെ ഞങ്ങൾ മേടിച്ചതെന്ന് വെച്ചാൽ ഗവൺമെൻറ് സബ്സിഡി റേറ്റിലാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. ഒരു 10,000 രൂപയോളം വിലയുണ്ട് ശരിക്കും. പക്ഷേ ഞങ്ങൾക്കൊരു 2500 രൂപയോളം എല്ലാം അടക്കം ഫിക്സിങ് അടക്കം വന്നത്. നമുക്ക് അവർ പൈപ്പ് ലൈൻ തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ കൂടി എക്സ്ട്രാ പൈപ്പ് വേണമായിരുന്നു, കാരണം ഞങ്ങൾ പുറത്താണല്ലോ വെച്ചത് ഈ ബയോഗ്യാസിൻ്റെ ടാങ്ക്, അതുകൊണ്ട്. അപ്പോൾ അതൊക്കെ അടക്കമാണ് അവരുടെ ഫിക്സിങ് ചാർജ് അടക്കം. ഞങ്ങൾ ഒരു വർഷം മുമ്പ് സത്യം പറഞ്ഞാൽ ഈ സബ്സിഡി റേറ്റിലുള്ള ടാങ്കിന് അപ്ലൈ ചെയ്ത് ആ വർഷം കുറച്ച് പേർക്ക് കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് പക്ഷേ പിറ്റത്തെ വർഷമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളൊരു എക്സിബിഷന് പോയപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത് ഈ ടാങ്കിന് വേണ്ടിയിട്ട്. ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ടാങ്കാണിത്. ഇതിലും വലുതും വരുന്നുണ്ട്. ചാർജ് അപ്പോൾ കൂടും. അതനുസരിച്ച് ചാണകത്തിൻ്റെ അളവും അതൊക്കെ വ്യത്യാസപ്പെടും. പക്ഷേ ഗ്യാസും അതുപോലെ തന്നെ കൂടുതൽ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. ഇതിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത് പുളിയുള്ള വസ്തുക്കളൊന്നും ഇതിൽ ചേർക്കാൻ പാടില്ല. ഫുഡ് വേസ്റ്റ് മാത്രം പാടുള്ളൂ. അത് അത്യാവശ്യം ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ കൊണ്ടിടുന്നതിൽ നല്ലത് ചെറിയ പീസസ് ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഇതുവരെ ഇപ്പോൾ ഒരു വർഷമായിട്ട് കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരെ വിളിച്ച് പറഞ്ഞാൽ അവർ വന്ന് അതിൻ്റെ റിപ്പയർ ചെയ്ത് തരും. അപ്പോൾ അത്രയ്ക്കുള്ളതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അരമണിക്കൂർ ഗ്യാസ് ഞങ്ങൾക്ക് ഈ ടാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ടാങ്ക് വെക്കുമ്പോഴത്തെ ഒരു കാര്യമുള്ളത്, ചിലപ്പോൾ സ്മെല്ലുണ്ടാവും, ഭയങ്കര സ്മെല്ലൊന്നുമില്ല. പക്ഷേ കുറച്ച് കിച്ചണിൻ്റെ അടുത്തുനിന്ന് നീക്കി വെച്ചാൽ നന്നായിരിക്കും. കാരണം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അതിൻ്റെ നിന്ന് സ്മെല്ല് വരാണ്ടിരിക്കും. എന്തെങ്കിലും വേസ്റ്റൊക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും അതൊക്കെ ഉണ്ടാവും. പിന്നെ കാണാനും ഇപ്പോൾ പറഞ്ഞ പോലെ അത്രയും ഒരു വൃത്തി തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തിരി നീക്കി വെച്ചാൽ നന്നായിരിക്കും. കൊതുക് അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളൊന്നും ഇത് വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നീക്കി വെച്ചിട്ട് പൈപ്പ് ലൈൻ ഇത്തിരി നീളം കൊടുത്താലും ഇത്തിരി നീക്കി വെച്ചിട്ട് ഇത് സ്ഥാപിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ
എൻ്റെ ബയോഗ്യാസിനെ പറ്റിയുള്ള എൻ്റെ റിവ്യൂ. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരോടും ബൈ.